CPIM പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ EN മോഹൻദാസ് അനുസ്മരണ യോഗം സംഘടിപ്പിച്ചു. CPIM സംസ്ഥാന കമ്മിറ്റി അംഗവും മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറിയുമായിരുന്ന EN മോഹൻദാസിന്റെ നിര്യാണത്തിൽ പൊന്നാനിയിൽ വിപുലമായ അനുശോചന യോഗം സംഘടിപ്പിച്ചു. CPIM പൊന്നാനി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചമ്രോട്ടം ജംഗ്ഷനിൽ നടന്ന പൊതുയോഗം പാർട്ടി നേതാക്കളുടെയും വിവിധ രാഷ്ട്രീയ സാംസ്കാരിക പ്രതിനിധികളുടെയും സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. CPIM പൊന്നാനി ഏരിയ സെക്രട്ടറി CP മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന നേതാവ് പ്രൊഫസർ MM നാരായണൻ അനുശോചന പ്രഭാഷണം നടത്തി. വഖഫ് ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് MK സക്കീർ, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അഡ്വക്കേറ്റ് PK ഖലീമുദ്ദീൻ എന്നിവർ മോഹൻദാസിന്റെ സംഘടനാ മികവിനെയും രാഷ്ട്രീയ സംഭാവനകളെയും അനുസ്മരിച്ചു. രാഷ്ട്രീയ വ്യത്യാസങ്ങൾക്കതീതമായി UDF ജില്ലാ ചെയർമാൻ PT അജയ് മോഹൻ, CPIM സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അജിത് കൊളാടി, MSF ജില്ലാ സെക്രട്ടറി ഫർഹാൻ BM തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. JSS നേതാവ് സുരേഷ് ബാബു, പൊന്നാനി നഗരസഭാ ചെയർപേഴ്സൺ CV സുധ എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. സുരേഷ് കാക്കനാത്ത് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ K ദിവാകരൻ നന്ദി രേഖപ്പെടുത്തി. മോഹൻദാസ് ജില്ലാ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും വളരെ നിർണായകമായ ഒരു ഘട്ടത്തിൽ നമ്മുടെ ജില്ലയിലെ CPIMനെ വിശേഷിച്ച് വലതുപക്ഷ പ്രസ്ഥാനത്തെ പൊതുവിലും മുന്നോട്ട് കൊണ്ടുവരുന്നതിന് തൻ്റെ സവിശേഷമായ ശൈലിയിലൂടെ പ്രവർത്തിച്ചു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പറയാറുണ്ട്, പ്രധാനമായിട്ട് 3 മേഖലകളിലാണ് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിൻ്റെ ഒരു രീതി. ഒന്ന് പ്രക്ഷോഭം, ജനങ്ങളുടെ ഇടയിൽ ജനകീയ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുന്നില്ല, പ്രക്ഷോഭകാരി എന്നുള്ള ഒരു വ്യക്തിത്വം. മറ്റൊന്ന് ആശയപ്രചരണത്തിൻ്റേതായിട്ടുള്ള മണ്ഡലം. മൂന്നാമത്തേത് ഒരു സംഘാടകൻ എന്നുള്ളവർക്കുള്ള പ്രവർത്തനം. ഈ 3 വ്യത്യസ്ത മേഖലകൾ എടുക്കുമ്പോൾ സഖാവിയൻ മികച്ച സംഘാടകനായിരുന്നു എന്ന് ഞാനിപ്പോൾ ഓക്കെയാണ്. പാലുളി മമ്മൂട്ടിയൻ ഒക്കെ വളരെ സൗമ്യതയോട് കൂടിയിട്ട് സംസാരിക്കുന്നു. അവരുടെ പ്രവൃത്തികളും ഞാനും ഈയനും തമ്മിലുള്ള ബന്ധം, അദ്ദേഹം ജില്ലാ ബാങ്ക് ഡയറക്ടറായിട്ട് വന്നപ്പോൾ അദ്ദേഹം ഗവൺമെൻറ് നോമിനി, ഞാൻ ഇലക്ടർ പ്രതിനിധിയായി. അന്ന് തുടങ്ങിയ സൗഹൃദം എന്നെ അദ്ദേഹത്തിൻ്റെ ബാങ്കിലേക്ക് കൊണ്ടുപോയി അവിടെയൊക്കെ കാണിച്ചു തന്നു. ഒരു നല്ല സഹകാരി. അതിലും അപ്പുറം അദ്ദേഹം ജില്ലാ സെക്രട്ടറി ആയിരിക്കുമ്പോൾ പല ഘട്ടങ്ങളിൽ UDF ചെയർമാൻ നൽകി പല കാര്യങ്ങൾക്കും ഞങ്ങൾ ബന്ധപ്പെടാം. എനിക്ക് വളരെയധികം വ്യക്തിപരമായി താല്പര്യം തോന്നിയ ഒരു വലിയ വ്യക്തിത്വമാണ് അദ്ദേഹം ശോഭിക്കുന്നത്. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരോടും. ജില്ലാ ബാങ്കിൽ ഞങ്ങൾ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അതിന് വിയോജിപ്പ് അദ്ദേഹം ചിരിച്ചുകൊണ്ടാവാണ്. വളരെ ചിരിച്ച് സൗമ്യനായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. വീരചരിത്രമുറങ്ങുന്ന തിരൂരിന്റെ മണ്ണിൽ 2.5 പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി തിരൂരിന്റെ പ്രിയപ്പെട്ട ഫാഷൻ ഡെസ്റ്റിനേഷൻ സൻഹ ഫാഷൻ ഇപ്പോൾ കൂടുതൽ പുതുമകളോടെ പ്രൗഢിയും അഴകും ഇഴചേരുന്ന ഏറ്റവും പുതിയ ട്രെൻഡി വെഡിംഗ് വസ്ത്രങ്ങൾ, ലേഡീസ് വെയറുകളുടെ പുതിയ ശ്രേണികൾ, കളർഫുൾ കിഡ്സ് വെയർ കളക്ഷനുകൾ, ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ, ഫാൻസി ആൻഡ് ഫുഡ് വെയറുകളുടെ വിസ്മയ കളക്ഷനുകൾ തുടങ്ങി ഒരു വലിയ ഫാഷൻ ലോകമാണ് സൻഹ ഫാഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. സൻഹ നൽകുന്നു സ്പെഷ്യൽ ഇനോഗ്രൽ ഓഫർ മാർച്ച് 15 വരെ. ഡെയിലി ക്യാഷ് ബാക്ക് ഓഫർ. 2000 രൂപയുടെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ദിവസേന ഒരു വിജയിക്ക് നൽകുന്നു 10,000 രൂപ വരെ ക്യാഷ് ബാക്ക്. മെഗാ ഗിവ് അവേ. സൻഹയുടെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുന്നതിലൂടെ നേടാം 10 പേർക്ക് ഗോൾഡ് കോയിൻ. സൻഹ ഒരുക്കുന്ന ഈ ഫാഷൻ വിസ്മയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. സൻഹ ഫാഷൻ, ദി ബ്രൈഡൽ ഡെസ്റ്റിനേഷൻ, തിരൂർ.